കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. അതിന്റെ ഭാഗമായി ഇപ്പോൾ കോൺഗ്രസും ശക്തമായ പ്രതിഷേധത്തിലാണ്. രാജ്യവ്യാപക സമരം തന്നെ നാളെ, പ്രതിഷേധം തന്നെ നാളെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. അംബേദ്കർ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കുക, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഈ പ്രതിഷേധത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളും പ്രതിഷേധത്തിൽ അണിനിരക്കും. സ്വാതി ഒരിക്കൽ കൂടി ദില്ലിയിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സ്വാതി, പ്രതിഷേധം നാളെയാണ്. നാളെ മാത്രമല്ല, മുന്നോട്ട് പോകുന്നത് ശക്തമായ പ്രക്ഷോഭമാണ്. അതിന് പ്രതിപക്ഷ നിരയിലെ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും, ഘടകകക്ഷികൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്? സ്വാതിക്ക് കേൾക്കാൻ കഴിയുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട്. ശീതകാല സമ്മേളനം അവസാനിച്ചെങ്കിൽ കൂടിയും പ്രതിഷേധം രാജ്യവ്യാപകമായി തുടരുമെന്ന തീരുമാനം അത് നേരത്തെ തന്നെ അറിയിച്ചതാണ്. നേരത്തെ വിജയ് ചൌക്കിൽ ശക്തമായ പ്രതിപക്ഷ എംപിമാരുടെ പ്രൊട്ടസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. പാർലമെന്റിനകത്തും പുറത്തും ഒരേ സമയം പ്രതിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെയും ഉണ്ടായി. കേന്ദ്ര സർക്കാർ ആ നിലയിലാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. യെസ്, സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, പറയൂ. കാവ്യ, എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ അമിത്ഷായുടെ ഈ അംബേദ്കറിനെതിരായ പരാമർശത്തിൽ വലിയ രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ പാർലമെന്റ് വളപ്പിലടക്കം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിഷേധ മാർച്ചായി പാർലമെന്റിനുള്ളിലേക്ക് പോകുന്നു. അതിന് പിന്നാലെ അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും അടക്കം ഉറച്ചു നിൽക്കുന്നത്. അത്തരത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നാളെ എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരായ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ആവശ്യപ്പെട്ടത് ഈ അമിത്ഷാ ഈ ഒരു പരാമർശം തിരുത്തണമെന്ന ആവശ്യമാണ്. അത് തിരുത്തിക്കൊണ്ട് തന്നെ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്തു നിന്നും അദ്ദേഹം രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു. മാത്രമല്ല, ഈ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടല്ല. എന്നാൽ ഈ ആർക്കു നേരെയൊക്കെ കേസെടുത്താലും മുന്നോട്ട് പോകും. കേന്ദ്രമന്ത്രിക്കെതിരെ ഇപ്പോൾ പാർലമെന്റ് കഴിഞ്ഞു എങ്കിൽ പോലും പാർലമെന്റിന് പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കേസ് സംബന്ധിച്ച് CBI കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെയും പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ വിരട്ടിയാലൊന്നും, പ്രതിപക്ഷ നേതാവിനെ അടക്കം വിരട്ടിക്കൊണ്ട് ഈ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ ഏത് തരത്തിലും അട്ടിമറിക്കുമെന്നുള്ള നീക്കം തന്നെയാണ് ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. എന്നാൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിട്ടുള്ളത്. കാവ്യ, ശരി. സ്വാതിയാണ് ദില്ലിയിൽ നിന്നും പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സ്വാതി വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു.